നിങ്ങൾക്കെല്ലാവർക്കും കോമേഴ്സ് ഹൗസിലേക്ക് സ്വാഗതം. ഇതിനു മുൻപുള്ള വീഡിയോകൾ നിങ്ങൾ റെഗുലറായി കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് പുതിയ രണ്ട് കൺസെപ്റ്റുകളെ പറ്റി പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റാണ് റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ്. രണ്ടാമത്തേതാണ് മാച്ചിങ് കൺസെപ്റ്റ്. ആദ്യത്തെ കൺസെപ്റ്റാണ് റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ്. ഇതിനെ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്നും പറയും. രണ്ടാമത് പഠിക്കാൻ പോകുന്നതാണ് മാച്ചിങ് കൺസെപ്റ്റ്. നമുക്ക് ആദ്യം റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റിനെ പറ്റി പഠിക്കാം. റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ്. റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ്. ദ കൺസെപ്റ്റ് ഓഫ് റവന്യൂ റെക്കഗ്നേഷൻ റിക്വയർസ് ദാറ്റ് the revenue for a business transaction should be included in the accounting records only when it is realized. Here arises two questions in mind. First is termed as revenue and other when the revenue is realized. When the revenue is realized, this is very important. Revenue is the gross inflow of cash arising from sale of goods and services by an enterprises. ഇത് സെയിൽ ഓഫ് ഗുഡ്സ് വഴിയോ അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡർ ആണെങ്കിൽ സർവീസിന് കിട്ടുന്ന കമ്മീഷനായിട്ടോ ചാർജസ് ആയിട്ടോ വരുന്ന ഇൻകത്തിനെയാണ് എന്താ പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. ഓഫ് യൂസ് ബൈ അതേഴ്സ് ഓഫ് ദ എൻ്റർപ്രൈസസ് റിസോഴ്സസ് yielding ഇൻട്രസ്റ്റ്, റോയൽറ്റി ആൻഡ് ഡിവിഡൻഡ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫണ്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവർ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, ഇങ്ങനെയുള്ളതിൽ കിട്ടുന്ന ഇൻകവും എന്താണ്, ഇതും റവന്യൂ ആണ്. സെക്കൻഡ്ലി, റവന്യൂ ഈസ് അസ്യൂംഡ് ടു ബി റിയലൈസ്ഡ് വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ് ഇറ്റ് അറൈസസ്. എപ്പോഴാണ് റവന്യൂ അസ്യൂംഡ് റിയലൈസ് ചെയ്തതായിട്ട് കണക്കാക്കണം? റിയലൈസ് ചെയ്തതായിട്ട് കണക്കാക്കുന്നത് വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ് ഇറ്റ് അറൈസസ്. അതിനൊരു ലീഗൽ റൈറ്റ് നമുക്ക് കിട്ടുകയാണ്. എപ്പോഴാണ് ആ ലീഗൽ റൈറ്റ് കിട്ടുന്നത്? ആ ലീഗൽ റൈറ്റ് കിട്ടുന്ന സമയത്താണ് നമ്മളതിൻ്റെ റിയലൈസേഷനായിട്ട് കണക്കാക്കണം. ദാറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് ടൈം വെൻ ദ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ്. പോയിൻ്റ് ഓഫ് ടൈം വെൻ ദ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓർ സർവീസസ് ഹാസ് ബീൻ റെൻറ്റേഡ്. നമ്മൾ ഒരു മോട്ടോർ സൈക്കിൾ റിപ്പയറിങ്ങിൻ്റെ ഷോപ്പാണ്. മോട്ടോർ സൈക്കിൾ റിപ്പയറിങ് കഴിഞ്ഞുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, സർവീസ് ആൾക്ക് റെൻറ്റർ ചെയ്തു. പിന്നെ ആൾ ക്യാഷ് എപ്പോൾ തരുന്നു എന്നുള്ളതല്ല പ്രശ്നം. ദസ് ക്രെഡിറ്റ് സെയിൽസ് ആർ ട്രീറ്റഡ് ആസ് റവന്യൂ ഓൺ ദ ഡേ സെയിൽസ് ആർ മെയ്ഡ് ആൻഡ് നോട്ട് വെൻ മണി ഈസ് റിസീവ്ഡ് ഫ്രം ദ ബയർ. അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് സെയിലാണെങ്കിൽ എന്ന് സെയിൽ ചെയ്തുവോ അന്നത്തെ ഡേറ്റിലാണ് നമ്മളതിനെ റിയലൈസേഷൻ കണക്കാക്കണത്. അല്ലാതെ ക്രെഡിറ്റർ 10 ദിവസം കഴിഞ്ഞോ 15 ദിവസം കഴിഞ്ഞോ 1 മാസം കഴിഞ്ഞോ എപ്പോൾ പൈസ തരുന്നു എന്ന് വെച്ചിട്ടല്ല നമ്മളതിൻ്റെ റിയലൈസേഷനെ കണക്കാക്കണം. അപ്പോൾ എന്ന് സെയിൽ നടന്നുവോ അതാണ് അതിൻ്റെ റിയലൈസേഷൻ ഡേറ്റ്. ആസ് ഫോർ ദ ഇൻകം സച്ച് ആസ് റെൻറ്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്. റെൻറ്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ് എന്നുള്ള ഇതിലേക്ക് എന്താണ്, ദീസ് ആർ റെക്കഗ്നൈസ്ഡ് ഓൺ ദ ടൈം ബേസിസ്. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 17 ഈവൺ ഇഫ് റിസീവ്ഡ് ഇൻ ഏപ്രിൽ 17. മാർച്ച് റിസീവ്ഡ്, നമ്മളൊരു ബിൽഡിങ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെൻറ്റ് എന്താണ്, മാർച്ച് മാസത്തെ റെൻറ്റ് നോർമലി നെക്സ്റ്റ് മന്തൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് മന്ത് കൊടുത്തിരിക്കുന്നതിൽ റെൻറ്റ് റിസീവ്ഡ് ഏപ്രിലാണ് കിട്ടിയിരിക്കുന്നത്. അതിനെന്താ ചെയ്യുക, വിൽ ബി ടേക്കൺ ഇൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് 31 മാർച്ച് 2017. നമ്മളൊരാൾക്ക് റെൻറ്റ് ഒരു ബിൽഡിംഗ് കൊടുത്തത്, അയാൾ ആ ബിൽഡിംഗ് ഉപയോഗിച്ചു. അപ്പോൾ എന്താണ്, അതിൻ്റെ സർവീസ് അയാളുടെ ഉപയോഗം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളതിനെ റിയലൈസ് ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ഫോർ ചെയ്യുക. ആൻഡ് നോട്ട് ഇൻ ടു ദ ഫൈനാൻഷ്യൽ ഇയർ ബിഗിനിങ് വിത്ത് ഏപ്രിൽ 2000. ഏപ്രിൽ 2017 ആരംഭിക്കുന്ന ഫൈനാൻഷ്യൽ ഇയറിലല്ല അത് കൺസിഡർ ചെയ്യുക. മാർച്ചിലത്തെ റെൻ്റാണ്. അപ്പോൾ മാർച്ച് 2017 കഴിയുന്ന ഫൈനാൻഷ്യൽ ഇയറിലാണ് ഇതിനെ കൺസിഡർ ചെയ്യുക. സിമിലർലി, ഇഫ് ഇൻട്രസ്റ്റ് ഫോർ ഏപ്രിൽ 2017 ഈസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ദാറ്റ് ഈസ് ഇൻ മാർച്ച് 2017, ഇറ്റ് വിൽ ബി ടേക്കൺ to the profit and loss account for the financial year ending March 2018. അതായത് നമുക്ക് ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകം നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അഡ്വാൻസ് ആയിട്ട് കിട്ടുകയാണ്. അതായത് ഫൈനാൻഷ്യൽ ഇയർ 2017-18
2017-18 ഒരു ഇൻകം നമുക്ക് മാർച്ച് 17 കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അക്കൗണ്ട് ഫോർ ചെയ്യില്ല. അതിന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൻ്റെ, അതായത് 2017-18 ഇൻകമാണ്, അതുകൊണ്ട് 2017-18 ഇതിനെ അക്കൗണ്ട് ഫോർ ചെയ്യുള്ളൂ. There are some exemptions to this general rule of revenue recognition. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, എപ്പോഴാണ് നമ്മളത് ബിസിനസ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഇതിന് പർച്ചേസ് ചെയ്യുന്നത്, എപ്പോഴാണോ അതിൻ്റെ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ സമയത്താണ് നമ്മൾ അതിൻ്റെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. പക്ഷേ ചില എക്സംഷൻ എന്താണ്, ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് ലൈറ്റ് കൺസ്ട്രക്ഷൻ വർക്ക് വിച്ച് ടേക്ക് ലോങ് ടൈം, സേ 2 to 3 years to complete. Proportionate amount of revenue based on the part of construction completed by the end of the period is treated as realized. Similarly, when the goods are sold on hire purchase, the amount collected in installment is treated as realized. ഇപ്പോൾ ഇതിന് 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോ രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസ് എന്ന് വെച്ചാൽ എന്താണ്, അതിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. നമ്മളൊരു സാധനം 1 lakhന് കൊടുത്തിട്ടുണ്ട്, ആദ്യം ഒരു 50,000 അഡ്വാൻസ് കിട്ടി, ബാക്കി 50,000 അടുത്ത 5 മാസം കൊണ്ടാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഈ 5 മാസം കിട്ടുന്നത് 2 ഫൈനാൻഷ്യൽ ഇയറിൽ വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഓരോ മാസം എത്ര അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നുവോ അതിനെ റിയലൈസ് ചെയ്തിട്ടാണ് കണക്കാക്കുക, ബാക്കിയുള്ളതിനെ റിയലൈസേഷനിൽ എടുക്കില്ല. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ഹയർ പർച്ചേസ്, ദ എമൗണ്ട് കളക്റ്റഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റിയലൈസർ. മറ്റ് കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്, കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ആവാൻ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് നാഷണൽ ഹൈവേ ഒരാൾക്കൊരു 20 കിലോമീറ്റർ നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് കിട്ടി. 20 കിലോമീറ്റർ കൺസ്ട്രക്ഷൻ ചെയ്യാൻ എത്ര വർഷം എടുക്കും? അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എടുക്കില്ല, അതിന് കുറേ മാസങ്ങൾ പിടിക്കും, ചിലപ്പോൾ വർഷമെടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിനെ എത്ര പെർസെൻറ്റേജ് ഓഫ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഓരോ ഇയർ എൻഡിങ്ങിലും ആ പ്രൊപ്പോർഷനേറ്റ് വർക്കിൻ്റെ എത്ര വാല്യൂ ഉണ്ട് അതിനെ ഇൻകം റിയലൈസേഷനിൽ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ഒരു കോൺട്രാക്ടർക്ക് ഒരു 10 ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 10 സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഒരു ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടി. അപ്പൊ ഈ 10 ബിൽഡിങ്ങും ഒരുമിച്ച് ഉണ്ടാക്കാനോ 1 വർഷം കൊണ്ട് ഉണ്ടാക്കാനോ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, 2 ബിൽഡിംഗ് ആദ്യം ഉണ്ടാക്കും, പിന്നെ 2 ഉണ്ടാക്കും, ഇങ്ങനെ 1 by 1 ആയിട്ട്, അല്ലെങ്കിൽ ഈ 2 ബിൽഡിങ്ങൾ ഒരുമിച്ചായിട്ട് ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുക. അത് കഴിയണമെങ്കിൽ ഒരു 5 വർഷം എടുക്കണമെങ്കിൽ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയാണെങ്കിൽ അപ്പൊ റിയലൈസേഷൻ നമ്മൾ എങ്ങനെ കണക്കാക്കുക എന്ന് വെച്ചാൽ, ഓരോ വർഷവും എത്ര പെർസെന്റേജ് ഓഫ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. സപ്പോസ് ഒരു ബിൽഡിംഗ് മുഴുവനായി, അല്ലെങ്കിൽ 2 ബിൽഡിംഗ് മുഴുവനായി, 1 ബിൽഡിംഗ് പകുതി ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ റിയലൈസേഷനിൽ കണക്കാക്കുക. ഇത്രയുമാണ് റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റ്, അതാണ് മാച്ചിങ് കൺസെപ്റ്റ്, അതിനെക്കുറിച്ച് പഠിക്കാം. മാച്ചിങ് കൺസെപ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മാച്ചിങ് കൺസെപ്റ്റിലെ ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് the amount of profit earned or loss incurred during a particular period involves deduction of related expenses from the revenue earned during the period. Simply ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്കതിൽ പ്രോഫിറ്റ് ഉണ്ടായി, നമ്മളതിൽ സെല് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ എക്സ്പെൻസസ്, നമ്മളത് വാങ്ങിച്ച അതിന്റെ കോസ്റ്റ് കൂടി ആ വർഷം തന്നെ കണക്കാക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റിലേറ്റഡ് എക്സ്പെൻസസ് റവന്യൂയിൽ നിന്നും മൈനസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴാണ് അതിന്റെ എക്സാക്ട് പ്രോഫിറ്റ് കാണാൻ പറ്റുള്ളൂ. ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺ ഓർ ലോസ് ഇൻകേർഡ് ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പീരീഡില് അതിന്റെ ഒരു എൻട്രി അല്ല 2 എൻട്രിയും വരണം. ഇൻവോൾവ്സ് റിഡക്ഷൻ ഓഫ് റിലേറ്റഡ് എക്സ്പെൻസസ് ഫ്രം ദ റവന്യൂ ഏൺഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ദ മാച്ചിങ് കൺസെപ്റ്റ് emphasizes exactly on this aspect. It states that expenses incurred in an
അക്കൗണ്ടിംഗ് പീരീഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഡ്യൂറിംഗ് ദ പീരീഡ്. അതായത് എക്സ്പെൻസസ് ഇൻകേർഡും അതിന്റെ റവന്യൂ കൂടിയിട്ട് മാച്ച് ആവണം. ഇത് മാച്ച് ആവണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളൊരു സാധനങ്ങൾ വിറ്റിട്ട് റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന്റെ പർച്ചേസസും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. എന്നാലാണ് പർച്ചേസസ് റെക്കോർഡ് ചെയ്യാതെ റവന്യൂ മാത്രം റെക്കോർഡ് ചെയ്താൽ അയാളുടെ പ്രോഫിറ്റ് കണ്ടമാനം കൂടിക്കാണും, പക്ഷെ ഇത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ല ഉണ്ടാവുക. അതുകൊണ്ട് ഏതിൽ നിന്ന് എന്ത് റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിന്റെ എക്സ്പെൻസസ് അതേ അക്കൗണ്ട് ഇയറിൽ തന്നെ കൺസിഡർ ചെയ്യണം. It follows from this that the revenue and expenses incurred to earn these revenues must belong to the same accounting year. സെയിം അക്കൗണ്ടിങ് പീരീഡ് ആയിരിക്കണം. ഇതിന്റെ എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട് അതിന്റെ എല്ലാം റവന്യൂ ആ സെയിം അക്കൗണ്ടിങ് ഇയറിൽ തന്നെ അക്കൗണ്ട് ഫോർ ചെയ്യണം. As already stated in the revenue recognition concept, revenue is recognized when sale is complete. Revenue is recognized when sale is complete or service is rendered rather when cash is received. Cash റിസീവ് ചെയ്ത സമയത്തല്ല നമ്മൾ എന്ത് ചെയ്യണേ, നമ്മൾ അതിന്റെ സെയിലിനെ അല്ലെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്തതായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ നമ്മളത് സെയിൽ കംപ്ലീറ്റ് ആയാലോ അല്ലെങ്കിൽ സർവീസസ് കംപ്ലീറ്റ് ചെയ്താലോ ആണ് അതിനെ റിയലൈസേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. Similarly, an expenses is recognized not when cash is paid but when an asset or services has been used to generate revenue. നമ്മൾ ആ ഒരു മെഷീനറി ആണെങ്കിൽ ആ മെഷീനറിയിൽ നിന്നും നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മെഷീനറിയുടെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ആ മെഷീനറിയുടെ കോസ്റ്റ് ആ വർഷം തന്നെ അക്കൗണ്ട് ഫോർ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഇതിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. Expenses of salary, rent, insurance are recognized on the basis of period to which they relate and not when they are paid. സാധാരണ എങ്ങനെ ചെയ്യാം? റെന്റ് ആണെങ്കിലും ഇൻഷുറൻസ് ഇമ്മീഡിയറ്റ്ലി പേയ്മെന്റ് ചെയ്യും, പക്ഷെ സാലറിയും റെന്റും എല്ലാം എന്താ ചെയ്യാം? പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ആ മാസം കഴിഞ്ഞ് 31st കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് മന്തിലാണ് പേയ്മെന്റ് ചെയ്യുക. അപ്പൊ സപ്പോസ് മാർച്ച് 31st റെന്റ്, മാർച്ച് മാസത്തെ സാലറി ഏപ്രിലിലാണ് കൊടുക്കുന്നത് എങ്കിലും അതിനെ അതിന്റെ പ്രീവിയസ് അക്കൗണ്ടിങ് ഇയർ, അതായത് മാർച്ച് 31st അവസാനിക്കുന്ന അക്കൗണ്ടിങ് ഇയറിൽ അതിനെ അക്കൗണ്ട് ഫോർ ചെയ്യണം. കാരണം ഇപ്പൊ ഒരു സാലറിയുടെ പേഴ്സന്റെ അടുത്ത് നമ്മൾ സർവീസ് നമ്മൾ വാങ്ങിക്കൽ കഴിഞ്ഞു, യൂസ് ചെയ്യൽ കഴിഞ്ഞു. റെന്റ് ആണെങ്കിൽ നമ്മൾ ആ പ്രിമൈസസ് യൂസ് ചെയ്യൽ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് എപ്പോഴാണ് പേയ്മെന്റ് ചെയ്യണത് എന്ന് വെച്ചാൽ അപ്പോഴല്ല, എപ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ഇതിന് നമ്മൾ അക്കൗണ്ട് ഫോർ ചെയ്യുന്നത്. സിമിലർലി, കോസ്റ്റ് ലൈക്ക് ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ഈസ് ഡിവൈഡഡ് ഓവർ എ പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദ അസറ്റ് ഈസ് യൂസ്ഡ്. ഡിപ്രീസിയേഷൻ എന്ന വാക്ക് ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുൻപ് കേട്ട് കാണില്ല. ഡിപ്രീസിയേഷൻ നമുക്ക് കൂടുതൽ നന്നായി പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ബേസിക് മനസ്സിലാക്കാം. ബേസിക് താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതെന്ന് വെച്ച് പറയാം. Let us understand how cost of goods are matched with their sales revenue. While ascertaining the profit or loss or an accounting year, we should not take cost of all goods. Cost of all goods നമ്മൾ എടുക്കരുത്, or producer or purchaser during that period, but consider എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? But consider only the cost of goods that have been sold during the year. പ്രകാരം ആണെങ്കിൽ ഒരു 100 അംബ്രല്ല വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. 100 അംബ്രല്ല വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ 60 അംബ്രല്ല ഇപ്പൊ വിറ്റു. മാർച്ചിന് മുൻപ് 50 അംബ്രല്ല വിറ്റു, മറ്റത് ബാക്കി 40 സ്റ്റോക്കിലുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെൻസസ് എഴുതുമ്പോൾ തീർച്ചയായിട്ടും 100ന്റെ കോസ്റ്റ് എഴുതും. ഇതിനെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കണക്കാക്കിയിട്ട് ഈ 100 ടോട്ടൽ നമ്പർ ഓഫ് അംബ്രല്ല പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ദ ഇയറിൽ നിന്നും ഈ 40യെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എക്സ്പെൻസസിനെയാണ് കണക്കാക്കുക. അപ്പൊ നമ്മൾ 60 അംബ്രല്ലയുടെ എക്സ്പെൻസ് ആണ് കണക്കാക്കിയിരിക്കുന്നത്. 60 അംബ്രല്ലയാണ് നമ്മൾ ആ ഫൈനാൻഷ്യൽ ഇയറിൽ സെല് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പർച്ചേസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ബട്ട് കൺസിഡർ ഓൺലി ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ദാറ്റ് ഹാവ് ബീൻ സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഇതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പറയുന്നത് ഇതിൽ അംബ്രല്ലയാണ്. അംബ്രല്ല കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാണ്? 60 അംബ്രല്ലയുടെ മാത്രമാണ് ആ അക്കൗണ്ടിംഗ് ഇയറിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പേയ്മെന്റ് 100ന്റെ ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് 40 കണക്കാക്കിയപ്പോൾ
ഓട്ടോമാറ്റിക്കലി അതിന്റെ 60ന്റെ കോസ്റ്റ് ആണ് ആ ഫൈനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ആ അക്കൗണ്ടിങ് ഇയറിൽ വന്നിട്ടുള്ളത്. ഫോർ ദിസ് പർപ്പസ് കോസ്റ്റ് ഓഫ് അൺസോൾഡ് ഗുഡ്സ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം കോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ പർച്ചേസ്ഡ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ 40 സ്റ്റോക്ക് ഉണ്ടായിരുന്നതിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. The matching concept thus implies that all revenues earned during an accounting year, whether received during that year or not, and all costs incurred, whether paid during the year or not, should be taken into account while ascertaining profit and loss account. അതായത് ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. റവന്യൂ എന്ന് പറയുന്നത് റവന്യൂസ് ഏൺ ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് ഇയർ വെദർ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ഓർ നോട്ട്. അതായത് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഗുഡ്സ് സെയിൽ ചെയ്തപ്പോൾ അതിന്റെ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷത്തെ റവന്യൂ ആയിട്ട് കണക്കാക്കണു. മറ്റു അവരെ ക്രെഡിറ്ററോ ഡെറ്ററോ എന്താണെന്ന് വെച്ചാൽ പർച്ചേസ് ആണെങ്കിൽ ക്രെഡിറ്റർ അല്ലെങ്കിൽ സെയിൽസ് ആണെങ്കിൽ ഡെറ്റർ ആയിട്ട് കണക്കാക്കിയിട്ട് അവരെ അടുത്ത വർഷം അത് നമ്മൾ റിക്കവർ ചെയ്യുന്നു. പക്ഷേ നമ്മൾ സെൽ ചെയ്തപ്പോ റവന്യൂ ഈ വർഷത്തെ മാത്രമായിട്ട് കണക്കാക്കണം. പേയ്മെന്റ് കിട്ടുന്ന അടുത്ത ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അടുത്ത അക്കൗണ്ടിങ് ഇയറിലാണെങ്കിലും അതിന്റെ റവന്യൂ റിയലൈസേഷൻ കറണ്ട് ഇയറിലായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പേയ്മെന്റും ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. റെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ സാലറി ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ മാർച്ച് മാസത്തെ സാലറി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇങ്ങനെ പല ചാർജസും വരും. അത് നെക്സ്റ്റ് ഇയറിലാണ് പേയ്മെന്റ് ചെയ്യുക. അപ്പൊ അത് കണക്കാക്കുന്നത് നമ്മൾ അതിന് പ്രൊവിഷൻ ചെയ്യും. ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും. അത് പേയ്മെന്റ് നെക്സ്റ്റ് മന്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിൽ ചെയ്യുകയാണെങ്കിൽ കൂടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ അസറ്റ്സ് പുട്ട് ഇൻ ടു യൂസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അസറ്റ്സ് എപ്പോൾ യൂസ് ചെയ്തോ ആ സമയം മുതലാണ് അതിന്റെ റിയലൈസേഷൻ ആയിട്ട് കണക്കാക്കണം. അതിന്റെ പേയ്മെന്റ് പിന്നീട് ചെയ്താലും കുഴപ്പമില്ല. പേയ്മെന്റ് അഡ്വാൻസസ് ഗിവൺ ബട്ട് മെഷീനറി യെറ്റ് ടു കം. ചിലപ്പോൾ അങ്ങനെയുള്ള കേസുകളും വരും. നമ്മള് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു മെഷീനറി ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കാനുള്ളതാണ്. ഡൽഹിയിലേക്ക് നമ്മൾ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മെഷീനറി വന്നിട്ടില്ല എങ്കിൽ മെഷീനറി നമ്മൾ അതിനെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മെഷീനറിയിൽ നിന്ന് യാതൊരു ഇൻകം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിനെ ആ ഫൈനാൻഷ്യൽ ഇയറിൽ കൺസിഡർ ചെയ്യാതെ എന്ന് മെഷീനറി വന്ന് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുവോ അന്ന് മുതലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക. ഇത് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ഇന്ന് 2 കൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചു. റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ്. മറ്റൊരു കൺസെപ്റ്റ് നമ്മളിത് പഠിച്ചത് മാച്ചിങ് കൺസെപ്റ്റ്. ഇതെല്ലാം നല്ലപോലെ മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തു തന്നെ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും കോമേഴ്സ് ഹൗസിൻ്റെ നന്ദി, നമസ്കാരം.